ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാളെ രാഘവനുണ്ണി അഞ്ജലിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ശിവരാമനും ശ്യാമളയും പുറത്ത് തന്നെയുണ്ട്. അവരോട് ചോദിക്കുന്നുണ്ട് രാഘവനുണ്ണി, എവിടെ അഞ്ജലി എവിടെ, എനിക്ക് അഞ്ജലിയോട് സംസാരിക്കണം എന്ന് പറയണം. ശിവരാമൻ പറയുന്നുണ്ട്, അഞ്ജലി ഇവിടെ ഇല്ല, ഞാൻ അഞ്ജലിയുടെ അച്ഛനാണ്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ എന്ന് പറയുമ്പോഴേക്കും, സോറി ശിവരാമകൃഷ്ണൻ, എനിക്ക് സംസാരിക്കാൻ സമയമില്ല, നിങ്ങൾ അഞ്ജലിനെ വിളിക്ക്, എനിക്ക് അവളോടാണ് സംസാരിക്കേണ്ടതെന്ന് പറയുമ്പോഴേക്കും ശിവരാമൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ ഞാൻ അവളുടെ അച്ഛനാണ്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അഞ്ജലി അവിടേക്ക് വരുവാട്ടോ. അഞ്ജലി വരുമ്പോഴേക്കും രാഘവനുണ്ണി, വന്നല്ലോ അഞ്ജലി, എനിക്ക് നിന്നോടാണ് സംസാരിക്കാനുള്ളത്. എന്താണെങ്കിലും വന്നതല്ലേ, കയറിയിരിക്കൂ സാർ എന്ന് പറയണം. എന്ത് കയറിയിരിക്കാൻ, ഒന്നും കയറിയിരിക്കുന്നില്ല, എനിക്ക് ഒരു കാര്യം നിന്നോട് നേരിട്ട് സംസാരിക്കണം, അത് ഫോണിൽ കൂടി സംസാരിച്ച് ശരിയാവില്ല, അതുകൊണ്ടിട്ടാണ് വെറും ഒരു സീനിയർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള അഞ്ജലി, ജൂനിയർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള അഞ്ജലിനെ കാണാൻ ഈ സീനിയർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള രാഘവനുണ്ണി വന്നത്. വേറൊന്നുമല്ല, നീ എന്താടി ആ പത്മയുടെ അപ്പച്ചിനെ കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഇല്ലാതാകുമെന്ന് വിചാരിച്ചോ? ഓഹോ, അപ്പം ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ അറിഞ്ഞു. കൊള്ളാം, നീ എന്തായാലും നന്നായിട്ടുണ്ട്, നിന്റെ അവതരണവും നിന്റെ ബുദ്ധിയൊക്കെ. ആ അപ്പച്ചിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചിട്ട് എനിക്കെതിരെ നീ വേറൊരു കളിയും കൂടി കളിച്ചു, എൻ്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള കളിയല്ലേ? അതെ, അതും ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ അത് എൻ്റെ അച്ഛനോട് ചെയ്തതാണ്, ഇപ്പം ഞാൻ നിങ്ങളോട് ചെയ്തു, അതിനിപ്പോൾ എന്താ തെറ്റ്? നീ എന്നല്ല ആര് വിചാരിച്ചാലും ഈ രാഘവനുണ്ണിയുടെ ലൈസൻസ് റദ്ദാക്കാൻ സാധിക്കില്ലടി. രാഘവനുണ്ണി ഒരിക്കലും ഈ വക്കീൽ കോട്ട് അഴിച്ചു വെക്കില്ല. ആഹാ, അത് കൊള്ളാലോ. അപ്പം നിങ്ങൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴൊക്കെ ഈ വക്കീൽ കോട്ടിട്ടാണ് പോണത്. യു ബ്ലഡി എന്ന് പറയുമ്പോൾ ശബ്ദം പതുക്കെ സംസാരിക്കടോ എന്ന് പറയണം. എടോന്നോ, ഞാൻ നിന്നെക്കാളും സീനിയറാണ്. സീനിയറൊക്കെ അങ്ങ് കോടതിയിൽ, പക്ഷേ ഇവിടെ ഇത് എൻ്റെ വീടാണ്, എൻ്റെ സ്ഥലമാണ്, ഇവിടെ ഞാൻ തീരുമാനിക്കും ആരെ എന്ത് ബഹുമാനത്തിൽ വിളിക്കണമെന്ന്. ബഹുമാനം എന്നുള്ളതേ ഇങ്ങോട്ട് തന്നാൽ മാത്രമേ അങ്ങോട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതെ, ഞാൻ ചെയ്യാൻ പറ്റുന്നത് ഒക്കെ ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അത് നിങ്ങൾ ചെയ്തോ. പിന്നെ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് ഇങ്ങനെ രീതിയിൽ സംസാരിച്ചതിനൊക്കെ ഞാനിതിനെ കോടതിയിൽ മറുപടി പറയിപ്പിക്കും. നീ എന്ത് മറുപടി പറയിപ്പിക്കും എന്നാണ് പറഞ്ഞത്. ദേ, ഈ വീടിൻ്റെ മുറ്റത്ത് ഒരു ക്യാമറ കണ്ടില്ലേ, അതുപോലെ സൈഡിലും ഉള്ളിലും ഒക്കെ ക്യാമറയുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് വന്ന് കളിച്ച ഷോ ഓഫ് എല്ലാം തന്നെ ക്യാമറയിൽ വോയിസ് അടക്കം സേവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് കോടതിയിൽ ഓരോരോ പോയിന്റ്സ് ആയിട്ട് ഇറക്കാൻ പറ്റും. അത് പത്മനെ കാണാതായ പിന്നെ നിങ്ങളും പിന്നെ ഇന്നലെ തരകൻ എസ് ഐ വന്നിട്ടുണ്ടായിരുന്നു, അയാളും ഒക്കെ വന്ന് നടത്തിയ നാടകമായിട്ടുള്ള രംഗങ്ങളുണ്ടല്ലോ, അതൊക്കെ തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള തെളിവുകളാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നീട് രാഘവനുണ്ണി ഒന്നും പറഞ്ഞിട്ട് ആകെ നാണം കെട്ടുപോയി. ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവാണ്. അത് കാണുമ്പോഴേക്കും ശിവരാമൻ പറയണ്ട, മോളെ കലക്കി, സൂപ്പർ, അടിപൊളി, നീ എൻ്റെ മോളെ, അടിപൊളി മോളെ, അടിപൊളി എന്ന് പറയണം. അച്ഛാ, ഇങ്ങനത്തുള്ള ആൾക്കാർക്ക് ഇതുപോലത്തെ മറുപടി കൊടുത്താൽ മാത്രമേ നിലക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അത് ശരിയാ മോളെ, എന്തായാലും അയാൾക്ക് നല്ലൊരു പണി തന്നെയാണ് എൻ്റെ മോള് കൊടുത്തിരിക്കുന്നത്, സൂപ്പർ എന്ന് പറയണം. അമ്മേ വിശന്നിട്ട് വയ്യ, കഴിക്കാൻ എന്തെങ്കിലും എടുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി അകത്തേക്ക് പോവാട്ടോ. അതിനുശേഷമാണെങ്കിൽ പിന്നീട് കാണിക്കേണ്ടത് അഞ്ജലിനെ നമ്മുടെ CA ഉണ്ടല്ലോ, നന്ദകുമാർ, അദ്ദേഹം വിളിക്കുക കേട്ടോ. അദ്ദേഹം വിളിച്ചിട്ട് നമ്മുടെ അഞ്ജലി അടുത്ത് പറയണ്ട്, അഞ്ജലി ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്ന് പറയാണ്. ഗുഡ് ന്യൂസോ, എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ, അത് നമ്മുടെ പത്മ ഏറെക്കുറെ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സത്യമാണോ സാർ? അതെ സത്യമാണ്. തനിക്ക് വിരോധമില്ല എന്നാണെന്നുണ്ടെങ്കിൽ താനൊരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ സ്ഥലത്തിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ അവിടെ പത്മനെ കുറിച്ചുള്ള വിവരങ്ങൾ തനിക്ക് അറിയാൻ വേണ്ടി സാധിക്കും എന്ന് പറയാണ്. ശരി സർ, ഞാൻ ഇപ്പം തന്നെ പോകാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. മോളെ, നീ എവിടേക്കാണ് പോണത്? അമ്മേ, അത്യാവശ്യമായിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, എവിടേക്കാന്ന് പറഞ്ഞിട്ട് മോളെ എന്ന് പറയണം. ആ സമയത്ത് നമ്മുടെ അഞ്ജലി പറയണ്ട, അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോവാട്ടോ. പോകുന്ന സമയത്ത് നമ്മുടെ അർജുനെ വിളിക്കുന്നുണ്ട്. ഹലോ രാജീവ്, രാജീവ് ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ, എടോ ഞാനിപ്പോൾ വീട്ടിൽ തന്നെയുണ്ട്. എന്താടോ? അതെ, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? താൻ കാര്യം പറ. അതെ, നമ്മുടെ അഞ്ജലി എവിടെയാണ്, നമ്മുടെ പത്മ എവിടെയാണെന്നുള്ള തെളിവ് നന്ദൻ സാറിന് കിട്ടിയിട്ടുണ്ട് അത്രേ. എനിക്ക് രാജീവിനെ എത്രയും പെട്ടെന്ന് കാണണം. രാജീവ് ഒന്ന് ഇവിടെ വരെ വരാവോ? ഞാൻ വരാം എന്ന് പറയണം. അങ്ങനെ അർജുൻ വരുന്നുണ്ട്. എടോ, എവിടെയൊക്കെ നമ്മൾ പോകാൻ പോണത്? അതൊക്കെ ഉണ്ട്, എത്രയും പെട്ടെന്ന് രാജീവ് വണ്ടി എടുക്കുക, നമുക്ക് എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് എത്തണം, പത്മേനെ കൈയോടെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അർജുൻ്റെ കൂടെ വണ്ടിയിൽ കയറി പത്മേനെ കാണാൻ വേണ്ടി പോകുക കേട്ടോ. അതേസമയം വേറൊരു സംഭവം നടക്കുന്നുണ്ട്. അങ്ങനെ അവരവിടെ പോണ സമയത്താണ് നമ്മുടെ അഞ്ജലീനെ അന്വേഷിച്ച്, അല്ലെങ്കിൽ അഞ്ജലീനെ അന്വേഷിച്ചിട്ടല്ല, നമ്മുടെ
അനുപമ വരുവാണ് നമ്മുടെ അഞ്ജലിയുടെയും അർജുൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യം പറയാനായിട്ട്. അപ്പം അഞ്ജലിയും കൂടി ഉണ്ടെങ്കിൽ അഞ്ജലിയെ നിർത്തിപ്പൊരിക്കാണ് പുള്ളിക്കാരത്തി വരുന്നത്. അങ്ങനെ അനുപമ വീട്ടിൽ വന്നിട്ട് ഹലോ ഇവിടെ ആരും ഇല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ശിവരാമനും ശ്യാമളയും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്താടി, എന്താ നിനക്കിവിടെ കാര്യം? ഓ, എനിക്കിവിടെ കാര്യം എന്താന്ന് അമ്മക്കും അച്ഛനും അറിയില്ലേ? അല്ല, എന്താ നിങ്ങൾക്ക് അറിയാത്തെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് പെൺമക്കളാണ്, അഞ്ജലിയും അതുപോലെ തന്നെ ഈ പറയുന്ന ഞാനും. അല്ല, നിങ്ങൾക്ക് അഞ്ജലി മാത്രമേ മകളായിട്ടുള്ളൂ, അഞ്ജലി മാത്രമാണ് നല്ല പെൺകുട്ടി, അഞ്ജലി മാത്രമാണ് നല്ല ഭൂമിയോളം ക്ഷമിക്കാൻ പറ്റുന്നത്, നീതിക്കും ന്യായത്തിനും വേണ്ടി നടക്കണവളും കള്ളം പറയാത്തവളെന്നൊക്കെ പറയാറുണ്ടല്ലോ. ഞാനോ ഒരു പൊട്ട പെൺകുട്ടി, കള്ളവും ചതിയും മാത്രം അറിയാവുന്ന പെൺകുട്ടി അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ പറയാറ്? നിനക്കെതിരെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോ. നിന്നോട് സംസാരിക്കാനേ ഞങ്ങൾക്ക് ഒട്ടും സമയമില്ല. ആ, എന്നോട് സംസാരിക്കാൻ സമയമില്ല, ഞാൻ എന്നെക്കുറിച്ച് പറയാനുമല്ല വന്നത്. അല്ല, ഇവിടെയുള്ള ബാക്കി ആൾക്കാരൊക്കെ എവിടെ പോയി? ഇന്ദിരമ്മായി, ആര്യ, എല്ലാവരും വാ, എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാൻ വന്നത്. ഇവിടുത്തെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അഞ്ജലിനെ കുറിച്ച് ഒരു ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ആ സമയത്ത് എല്ലാവരും ഇവിടെ ഉണ്ടാവണം, വാ വാ വാ, എല്ലാവരും വാ എന്ന് പറയണം. അത് കേട്ടിട്ട് നമ്മുടെ ഇന്ദിരമ്മായും അതുപോലെ തന്നെ ആര്യയും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ശ്യാമള പറയണ്ടത് ഇവൾക്ക് വട്ടാണ്, എല്ലാവരും അകത്ത് പോയി പണി നോക്കാൻ നോക്ക്, പണിയെടുക്കാൻ നോക്ക് എന്ന് പറയുമ്പോഴേക്കും അതെ അമ്മേ, എനിക്ക് വട്ടൊന്നുമല്ല, പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വട്ടാവും. എന്താടി എന്താടി നിനക്ക് പറയാനുള്ളത്? അതോ വേറൊന്നുമല്ല, നിങ്ങളുടെ പുഞ്ഞാര മകളുണ്ടല്ലോ അഞ്ജലി, അവൾക്ക് വിവാഹമൊക്കെ നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് നിന്നെ അറിയിക്കേണ്ട കാര്യമില്ല, അവളുടെ വിവാഹത്തിന് ചേച്ചിയായിട്ടുള്ള നിന്നെ ഞങ്ങൾ വിവരം അറിയിക്കും, അപ്പം വന്ന് മിന്നുകെട്ട് കണ്ടാൽ മതി. ഓഹോ, അപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്തറിഞ്ഞിട്ടില്ല എന്നാടി, എന്താടി നീ പറയാൻ വരുന്നത്? അതെ, നിങ്ങളുടെ പ്രിയപ്പെട്ട മകളുണ്ടല്ലോ അഡ്വക്കേറ്റ് അഞ്ജലി, അവളുടെ വിവാഹം കഴിഞ്ഞു. നീ എന്തൊക്കെയാണ് പറഞ്ഞത്? വായി തൊന്നത് വിളിച്ചു പറയാനുള്ള സ്ഥലമല്ല ഇത് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും അനുഭവം പറയണ്ട്, എനിക്കറിയാം ഞാനിത് പറഞ്ഞാലേ നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല, അതുകൊണ്ട് തെളിവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ത് തെളിവാ നിന്റെ അടുത്തുള്ളത് എന്ന് പറയുമ്പോഴേക്കും അനുപമ ആ മാഗസിൻ എടുക്കുകയാണ്. എന്നിട്ട് അതിന്റെ പേജ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഈ മാഗസീനിൽ ഒരാഴ്ച മുമ്പ് ഒരു സമൂഹ വിവാഹം നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പത്രത്തിലും ടി വിയിലൊക്കെ വന്നു. പക്ഷെ നമ്മൾ ആരും അത് ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇന്ന് ഈ ഫോട്ടോ എൻ്റെ കണ്ണിൽ പെട്ടു. ഞാൻ സാധാരണ നോക്കണ പോലെ മറിച്ച് തിരിച്ച് നോക്കിയപ്പോഴാണ് അതിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ കൂടി ആ വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തം 10 പേരാണ് പങ്കെടുത്തത്. അതിൽ ഒരാൾ നിങ്ങൾക്കും കൂടി അറിയാവുന്ന ആൾക്കാരാണ്. അത് വേറെ ആരല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട മകൾ അഞ്ജലി. അതെ, അവൾ ആരും അറിയാതെ സമൂഹ വിവാഹത്തിൽ പോയിട്ട് പങ്കെടുത്ത് വിവാഹം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ശിവരാമൻ പറഞ്ഞത്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നിനക്ക് നാണമില്ലേ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കാണ്ട്? പോടി, വേറെ പണി നോക്കി പോടി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണ്ട, പക്ഷേ ഈ മാഗസിൻ കള്ളം പറയില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ ആ പരിപാടി നടന്ന സ്ഥലത്തേക്ക് പോ, അവിടെ ഫോട്ടോസും കാര്യങ്ങളുണ്ട്. പിന്നെ ടി വിയിൽ അല്ലെങ്കിൽ അന്നത്തെ പത്രമൊക്കെ എടുത്ത് നോക്ക്, അതിലൊക്കെ ഫോട്ടോസ് ഉണ്ട് എന്നൊക്കെ പറയണം. അത് കേൾക്കുമ്പോഴേക്കും ശിവരാമനും നമ്മുടെ ശ്യാമളക്കൊക്കെ ആകെ ഷോക്കായി പോവാട്ടോ. അങ്ങനെ ആ വലിയൊരു സസ്പെൻസ് നമ്മുടെ അനുപമയുടെ വായി തന്നെയാണ് ശിവരാമനും അതുപോലെ തന്നെ ശ്യാമളയും എല്ലാവരും അറിയാൻ പോണം. അപ്പോൾ നാളത്തെ വീക്കെൻഡ് പ്രൊമോയിൽ അറിയാം ബാക്കി എന്താവും എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഹിന്ദി റിവ്യൂ ഞാൻ പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.